നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമരം പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ പുണർദ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ഇവർ ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെയാണ് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത്. എങ്കിലും ഒരു പടി കൂടുതൽ ഗുണം തന്നെയാണ് പറയാനുള്ളത്. ഇവർക്ക് അവനവൻ്റെ കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നല്ല ഉയർച്ച ഉണ്ടാകുന്നൊരവസ്ഥ വർഷം ആദ്യം ഇവർക്ക് കാണുന്നുണ്ട്. ശത്രുക്കളെ പോലും പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. പൂർവിക സ്വത്ത് അധീനതയിലാവാനുള്ള യോഗം ഒക്കെ ഇവർ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് വായ്പകളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. പ്രതികൂല പരിസ്ഥിതി പോലും ജോലി പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമതകളെ ഓർത്ത് ആ ഒരു സമയം ചെലവഴിക്കാതിരിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വ്യക്തി പ്രഭാവം കൊണ്ട് പല വിഷയങ്ങളും ഇവർക്ക് നിസ്സാരമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതായിരിക്കും. ജോലിയിൽ സസ്പെൻഷനോ ഡിസ്മിസലോ ഒക്കെ ഉണ്ടാവുന്നൊരു ഭയം ഉണ്ടാവുമെങ്കിലും അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എല്ലാ ഇടപാടുകളിലും ഒരു നിഷ്കർഷത പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. കാര്യവിജയം ഉണ്ടാവുമെങ്കിൽ പോലും ഗൃഹത്തിൽ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ചെറിയ കലഹതയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കേസുകളിലൊക്കെ അവനവന് തന്നെ വിജയം ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അവൻ്റെ ഹിതത്തിന് എതിരായിട്ടാണ് മറ്റുള്ള നിൽക്കുന്നതെന്നൊക്കെ ഒരു ചിന്താഗതി എപ്പോഴും ഇവർക്ക് ഉണ്ടായിരുന്നു വരും. ധനാഗമനമൊക്കെ പൊതുവെ വർദ്ധിക്കുന്നൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. സർക്കാർ സർവീസ് നിൽക്കുന്നവർക്കായാലും ഇതിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലമാറ്റമോ കിട്ടാനോ സ്ഥാനക്കയറ്റം കിട്ടാനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. വിഷം, അഗ്നി, കള്ളന്മാർ ഇവയൊക്കെ ഒന്ന് ഭയക്കുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഉദ്യോഗത്തിൽ തീർച്ചയായിട്ടും അവൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ആദരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. വാഹന അപകടത്തിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കിട്ടേണ്ട പല പദവികളും കിട്ടേണ്ട സമയത്തിന് കിട്ടുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കുറച്ച് കാലതാമസം നേരിടും എന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവസാനം ഇത് കിട്ടുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. പുണ്യ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചെറിയ രീതിയിൽ കലഹതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും വീട് അല്ലെ ഉദ്യോഗമായിട്ട് ഒതുങ്ങിപ്പോയെന്നൊക്കെ ഒരു മാനസിക വ്യഥകൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. സ്ത്രീജനങ്ങളുമായിട്ട് കുറച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് നിഷ്കർഷത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. അവനവൻ്റെ സമയത്തിനനുസരിച്ചിട്ട് മറ്റുള്ളവർ റെഡി ആവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വീട്ടിൽ വിഷമതകളൊക്കെ ഉണ്ടാവാം. പുതിയ ജോലി സ്ഥലം വേണ്ടത്ര ആകർഷണമായിട്ട് തോന്നാത്ത ഒരു വിഷമത ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഭാര്യപക്ഷത്തുള്ളവർക്ക് ആദരം കുറഞ്ഞു പോയി എന്നൊക്കെ ഒരു വിഷമം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാവാൻ, സന്താന കാര്യങ്ങൾ തീരുമാനമാവാൻ ഒക്കെ സാധിക്കുന്ന സമയമായിട്ട് പറയുന്നുണ്ട്. ജാതകൻ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്ന് പറയപ്പെടുന്നുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നും ആദായം ഉണ്ടാവുമെങ്കിലും ഏത് നല്ലത് ഏത് ചീത്ത എന്ന കൺഫ്യൂഷൻ ഇവർക്ക് കയറി നിൽക്കുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. പല കാര്യങ്ങളിലും കടമെടുക്കുമെങ്കിലും ആ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കടക്കാരുടെ ശല്യം മനസ്സിനെ അസ്വസ്ഥമാക്കുമെന്നും തോന്നലൊക്കെ ഇവർക്കുണ്ടാകും. പക്ഷേ അതൊന്നും ഈ വർഷം കടത്തിൽ നിന്നൊക്കെ തലയുയരാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. എല്ലാ രംഗത്തും ഇവർക്ക് പൊതുവെ വിജയം ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പറയാവുന്നതാണ്.